Good morning all. Today we are discussing about സോൾഡറിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, ബ്രേസിങ് എന്തായിരുന്നു എന്നാണ്. ഈ ബ്രേസിങ്ങിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്രേസിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ജോയിനിങ് പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേസിങ്ങിന് ഏകദേശം സിമിലർ തന്നെയാണ് സോൾഡറിങ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രേസിംഗ് ആണ്. അപ്പോൾ ബ്രേസിങ്ങിൽ എന്താണ് ബ്രേസിംഗ് എന്ന് പറഞ്ഞു. ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും മെയിനായിട്ട് നമ്മൾ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്നത്. അതേപോലെ ഫില്ലർ മെറ്റീരിയൽസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അഡ്ജസൻറ്റ് ടു ദ പാരൻ മെറ്റൽസ്. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ പാരൻ മെറ്റലായിട്ടുള്ള 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, എങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഡയഗ്രമാറ്റിക് റിപ്രസെഷൻ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ബ്രേസിംഗ് വെൽഡിങ് ചെയ്യുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫില്ലർ മെറ്റീരിയൽസിനെ കുറിച്ചാണ് അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രേസിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രേസിംഗ് മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് ടോർച്ച് ബ്രേസിംഗ് ഉണ്ട്, ഫർണസ് ബ്രേസിംഗ് ഉണ്ട്, ഇൻഡക്ഷൻ ബ്രേസിംഗ് ഉണ്ട്, ഡിപ്പ് ബ്രേസിംഗ് ഉണ്ട്. ഓരോന്നും അതിൻ്റെ ഫിഗർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് കണ്ടിന്യൂഷനായിട്ട് വരുന്ന അടുത്തൊരു ടൈപ്പ് ഓഫ് സിമിലർ ജോയിനിങ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് സോൾഡറിങ്. സോൾഡറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് സോൾഡറിങ്? സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബ്രേസിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം സോൾഡറിങ് എന്ന് പറഞ്ഞാൽ സോൾഡറിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് 2 or more metal items are joined together by melting and flowing a filler material, that is solder into the joints. അതാണ് നമ്മൾ പറഞ്ഞത് ബ്രേസിങ്ങിന് സിമിലർ തന്നെയാണ്. ഇത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതൽ മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡറിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ നമ്മളെ മെൽറ്റിംഗ് ദ ഫില്ലർ മെറ്റീരിയൽസിനെ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് സോൾഡറിങ്ങിൻ്റെ കേസസിൽ. സെക്കൻഡ് പോയിൻ്റ് എന്താ പറയുന്നത്, ദ ഫില്ലർ മെറ്റൽ ഹാവിങ് ലോവർ മെൽറ്റിംഗ് പോയിൻറ്റ് ദാൻ ദ അഡ്ജോയിൻറ്റ് മെറ്റൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഫില്ലർ മെറ്റീരിയൽസിന് ലോവർ മെൽറ്റിംഗ് പോയിൻ്റാണ് അഡ്ജോയിൻറ്റ് മെറ്റലിനെയും കാട്ടും. ഇത് സിമിലർ ടു നമ്മളെ ബ്രേസിങ്ങിനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫില്ലർ മെറ്റീരിയൽ. അതിൽ കൂടുതലായിരിക്കും അഡ്ജോയിൻറ്റ് മെറ്റീരിയൽ. ഇൻ ദ കേസ് ഓഫ് സോൾഡറിങ്ങിൻ്റെ കേസ് പറഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസിനെക്കാളും കുറവായിരിക്കും മെൽറ്റിംഗ് പോയിൻറ്റ് നമ്മുടെ ഫില്ലർ മെറ്റീരിയൽസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്, ദ സോൾഡറിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വെൽഡിങ് ഇൻ ദാറ്റ് ദ സോൾഡറിങ് ഡസ് നോട്ട് ഇൻവോൾവ് മെൽറ്റിംഗ് ദ വർക്ക് പീസ്. അതായത് സോൾഡറിങ് നമ്മൾ വെൽഡിങ് എന്നായിട്ട് ഡിഫറെൻറ്റ് എങ്ങനെയാണ് ആവുന്നത് ചോദിച്ചാൽ, ഇൻ ദ കേസ് ഓഫ് സോൾഡറിങ് നമ്മളെ ഫില്ലർ മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് അത് മെൽറ്റ് ചെയ്യിപ്പിച്ച് നമ്മളെ ജോയിൻറ്റിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് സോൾഡറിങ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് വെൽഡിങ്ങിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് മെൽറ്റ് ചെയ്യിപ്പിച്ച് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മൾ പാരൻ മെറ്റൽസിനെ മെൽറ്റ് ചെയ്യിപ്പിച്ച് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് സോൾഡറിങ് ഫില്ലർ മെറ്റീരിയൽ മാത്രമേ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ജോയിനിലേക്ക് ഫില്ല് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഡിഫറൻസ് വരുന്നത്. അതാണ് വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ത് പറയുന്നത് എന്താ, ഇൻ ബ്രേസിംഗ് ദ ഫില്ലർ മെറ്റൽസ് മെൽറ്റ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അതായത് ഇൻ ദ കേസ് ഓഫ് ബ്രേസിങ്ങിൻ്റെ കേസിൽ ഫില്ലർ മെറ്റൽസ് ആർ മെൽറ്റ് അറ്റ് ഹയർ ടെമ്പറേച്ചർ, ബട്ട് ഇൻ ദ സോൾഡറിങ് ഫില്ലർ അലോയ് മെറ്റൽ ഈസ് ലോവർ ടെമ്പറേച്ചർ ദാൻ ദ ബ്രേസിങ്. അതായത് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ മെറ്റൽസ് മെൽറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ 450 കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ഇത് മെൽറ്റ് ചെയ്ത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേസിങ് ആൻഡ് സോൾഡറിങ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻ ലൈക്ക് ഇലക്ട്രോണിക്സ്. സോൾഡറിങ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻസിനൊന്നും നമുക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി സ്മോൾ പർപ്പസ്, അതായത് ചെറിയ ലോ സ്ട്രെങ്ത് ഉള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് ഈ സോൾഡറിങ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ്, അതുപോലെ ഇലക്ട്രിക് ഐറ്റംസ് കാര്യങ്ങളിലൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടി വയർ തമ്മിൽ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സോൾഡറിങ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് നമുക്ക് ഈ ഒരു സോൾഡറിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്
നമുക്ക് അടുത്ത് നോക്കണം. സോൾഡറിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ബ്രേസിംഗ് തന്നെ വേണമെങ്കിൽ പറയാം. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് വരുന്നത് പോയിൻ്റായിട്ട് പറയുന്നത് വെച്ചാൽ സോൾഡറിങ് ഈസ് വെരി മച്ച് ഈസ് സിമിലർ ടു ദ ബ്രേസിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ആർ സെയിം ആസ് ടു ദ ബ്രേസിംഗ്. അതിനാണ് അവിടെ പറഞ്ഞത്. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബ്രേസിങ്ങിന് സിമിലർ തന്നെയാണ്, ഇതിൻ്റെ പ്രിൻസിപ്പിളും ഏകദേശം സിമിലർ ടു ബ്രേസിംഗ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ദ മേജർ ഡിഫറൻസ് ലൈസ് വിത്ത് ദ ഫില്ലർ മെറ്റൽസ്. അതായത് മേജർ ഡിഫറൻസ് ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ഫില്ലർ മെറ്റീരിയലിൻ്റെ കേസിലാണ്. ദ ഫില്ലർ മെറ്റീരിയൽ ഈസ് മെൽറ്റ്. Filler metal is used in the case of soldering should have melting temperature is lower than 450 degrees Celsius. അതായത് ഫില്ലർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ബ്രേസിംഗ് എന്ന് പറയുന്നത് 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അതാണ് ഈ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോൾഡറിങ്ങും അതുപോലെ ബ്രേസിംഗും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയണമെങ്കിൽ ആ ഒരു സംഭവമാണ്. അതായത് സോൾഡറിങ്ങിൻ്റെ കേസിൽ 450 ഡിഗ്രി സെൽഷ്യസിന് കുറവായിരിക്കും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇൻ ദ കേസ് ഓഫ് ബ്രേസിംഗ് ഇത് 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം നമ്മൾ അഡ്ജോയിൻ മെറ്റൽ, പാരൻ മെറ്റൽ എന്ന് പറയുന്നത് ഈ 450 ഡിഗ്രി സെൽഷ്യസിൻ്റെയും മുകളിലായിരിക്കും ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് എന്താ? ദ സർഫസ് ടു ബി സോൾഡേഡ് മസ്റ്റ് ടു ബി പ്രീ ക്ലീൻഡ് സോ ദാറ്റ് ദിസ് ആർ ദ ഫേസസ് ഓഫ് ഓക്സൈഡ് ഓയിൽസ് ആൻഡ് എക്സെട്ര. അതായത് സർഫസ് ടു ബി സോൾഡർ, നമ്മൾ സർഫസ് സോൾഡർ ചെയ്യണം, മസ്റ്റ് പ്രീ ക്ലീൻ ചെയ്യണം. സർഫസ് നമ്മൾ സോൾഡർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുന്നേ നമ്മൾ അവിടെ പ്രീ ക്ലീൻ ചെയ്യണം. സോ ദാറ്റ് ദിസ് ആർ ദ ഫേസസ് ഓഫ് ഓക്സൈഡ് ആൻഡ് ഓയിൽ എക്സെട്ര. നമ്മൾ ഓക്സൈഡ്സും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ഓയിലോ അതുപോലെ ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പോയിന്റ് പറയുന്നതാണ് an appropriate flux must be applied to the faying surfaces and then surfaces are heated. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ഫ്ലക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫില്ലർ മെറ്റീരിയൽസിന് വേണ്ടി കോട്ട് ചെയ്യുന്ന സംഭവമാണ്. ആ ഫ്ലക്സസ് നമ്മൾ സർഫസിൽ വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ സർഫസ് ഹീറ്റ് ചെയ്യണം. ആ സർഫസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ജോയിൻറ്റിലേക്ക് ഫില്ല് ചെയ്യും. അതിന് പുറമെയാണ് നമ്മൾ ഫില്ലർ മെറ്റൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് നമ്മൾ ഈ ജോയിൻറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? ദ ഫില്ലർ മെറ്റീരിയൽ ഈസ് കോൾഡ് സോൾഡേഡ്. അതായത് നമ്മൾ ഈ ഫില്ലർ മെറ്റീരിയലാണ് നമ്മൾ സോൾഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇൻ ദ കേസ് ഓഫ് നിങ്ങളൊരു ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഇലക്ട്രിക്കലിൻ്റെ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു സോൾഡറിങ് വയർ ഉണ്ടാവും. സോൾഡറിങ് വയറിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യിപ്പിക്കും, അഥവാ ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ സാധനം മെൽറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇലക്ട്രിക്കൽ ജോയിൻറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ആ ഇലക്ട്രിക്കൽ ജോയിൻറ്റിൽ അവിടെ ജോയിൻ ചെയ്യും. രണ്ട് വയേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്, സോൾഡർ യൂസ് ചെയ്തിട്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫില്ലർ മെറ്റൽ കോൾഡ് സോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഫില്ലർ മെറ്റീരിയൽസിനാണ് നമ്മൾ സോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആഡഡ് ടു ദ ജോയിൻറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ക്ലോസ്ലി ഫിറ്റഡ് സർഫസസ്. അതായത് ജോയിൻറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ക്ലോസ്ലി ഫിറ്റഡ് സർഫസിലേക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ സ്ട്രെങ്ത് ഓഫ് എ സോൾഡേഡ് ജോയിൻറ്റ് ഈസ് മച്ച് ലെസ്സർ ദാൻ വെൽഡഡ് ജോയിൻറ്റ് ആൻഡ് ലെസ് ദാൻ ദ ബ്രേസ്ഡ് ജോയിൻറ്റ്. അതായത് സ്ട്രെങ്ത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സോൾഡറിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് മച്ച് ലെസ്സർ ദാൻ വെൽഡിങ് ആണ്. അതായത് വെൽഡിങ്ങിനോട് വളരെ സ്ട്രെങ്ത്ത് കുറഞ്ഞൊരു ജോയിൻ്റാണ് സോൾഡറിങ് ജോയിൻ്റ് ആണ്. കമ്പയറിംഗ് ടു ബ്രേസിങ്ങിനെക്കാട്ടും ചെറിയ ജോയിൻ്റാണ്, പക്ഷേ വെൽഡിംഗ് ആണ് ഏറ്റവും സ്ട്രോങ് ജോയിൻറ്റ്. വെൽഡിങ് കഴിഞ്ഞാൽ ബ്രേസിംഗ് ആയിരിക്കും, ബ്രേസിംഗ് കഴിഞ്ഞാൽ സോൾഡറിങ് ജോയിൻറ്റ്. ഈ ഒരു കാറ്റഗറിയിലാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിലുള്ള ഓർഡർ വരുന്നത്. ഓക്കെ, സ്ട്രെങ്ത്തിൻ്റെ കേസിൽ. ഓക്കെ, ഇതാണ് നമ്മളൊരു ഡയഗ്രമാറ്റിക് സോൾഡറിങ് ഓപ്പറേഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്രഷനാണ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഇതാണ് നമ്മളെ സോൾഡറിങ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ സോൾഡറിങ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോൾഡറിങ് റോഡ്സ് ആണ്. ഇതാണ് നമ്മളെ ഫില്ലർ മെറ്റൽ അഥവാ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സോൾഡറിങ് ഫില്ലർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വർക്ക് പീസാണ്. ഈ സ്ക്വയർ ബോക്സിൽ ഇങ്ങനെ കാണുന്നിരിക്കുന്നതാണ് നമ്മുടെ വർക്ക് പീസാണത്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെയാണ് ഈ ഒരു ബ്ലാക്ക് ലൈനിൽ കാണിക്കുന്നതാണ് നമ്മൾ സോൾഡറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പം ഇലക്ട്രിക് കോമ്പണൻസ് ആണ്, നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇതിൽ ഇലക്ട്രിക് കറണ്ട് വരും. അപ്പോൾ ഹീറ്റ് എനർജി വിൽ ബി dissipated in the end. Then the filler material ആണ്. ഫില്ലർ മെറ്റീരിയലിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും. ദെൻ പ്രോപ്പർ സോൾഡേഡ് വിൽ ബി ഫോംഡ്.
പ്രോപ്പർ സോൾഡറിങ് ജോയിൻറ്റ് വിൽ ബി ഫോംഡ്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് ഒരു സോൾഡറിങ് റോഡ്സ് ഉണ്ടാവും, ദെൻ ഒരു മെയിനായിട്ടൊരു ഫില്ലർ മെറ്റീരിയൽസ് ഉണ്ടാവും, നമ്മുടെ വർക്ക് പീസസ് ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഹാൻഡിലുണ്ടാവും, ദെൻ നമ്മൾ ഇതൊരു പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടാവും, ദെൻ ഇലക്ട്രിക് കറണ്ട് വിൽ ബി ഇതിലേക്ക് പാസ് ചെയ്യാൻ തുടങ്ങും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി വിൽ ബി ഡിസിപ്പിറ്റേറ്റഡ് ടു ഫില്ലർ മെറ്റീരിയൽ ആൻഡ് ഫില്ലർ മെറ്റീരിയൽ വിൽ ബി മെൽറ്റഡ് ആൻഡ് ദാറ്റ് വിൽ ബി ഫിൽഡ് ഇൻ ടു ദ joint and that will be formed to soldered joint will be formed. This is the working of soldering operation. Okay, clear അല്ലേ? ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സിനാണ് മെയിനായിട്ട് നമ്മൾ സോൾഡേഴ്സിൽ ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പിനേഷനിലുള്ള ടൈപ്പ് ഓഫ് സോൾഡേഴ്സാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ സോൾഡർ മെറ്റീരിയൽസ് ആർ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതായത് മോസ്റ്റ് ഓഫ് ദ സോൾഡർ മെറ്റൽസിൻ്റെ അലോയ്സ് എന്ന് പറയുന്നത് ടിന്നും അതുപോലെ തന്നെ ലെഡും ആയിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ദിസ് അലോയ് ഈസ് എക്സിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്, സോ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് മെറ്റൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്. അതായത് ദിസ് അലോയ് എക്സിബിറ്റ്, അത് ഈ ഒരു അലോയ് എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് വൈഡ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ അലോയ്സിൻ്റെ പ്രത്യേകത ആണ് വൈഡ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിൻറ്റ്സ്, സോ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ വെറൈറ്റി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡറിങ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് വെറൈറ്റി ആപ്ലിക്കേഷനിലുള്ള സോൾഡറിങ് ജോയിൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു രണ്ട് കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് ടിന്നും ലെഡും അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. then അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് ലെഡ് ഈസ് കെപ്റ്റ് ലീസ്റ്റ് ഡ്യൂ ടു ദ ഇറ്റ് ഈസ് ടോക്സിക് പ്രോഡക്റ്റ്. എപ്പോഴും നമ്മൾ ലെഡിൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും കുറച്ചെടുക്കുള്ളൂ, ബിക്കോസ് ഇതൊരു ടോക്സിക് ആണ്. നമുക്ക് ശ്വസിക്കാനോ അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സോൾഡർ മെറ്റലാണ് ഈ ലെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലെഡ് നമ്മൾ മാക്സിമം അതിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, ടോക്സിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞാൽ ടിന്ന് ബിക്കം എ കെമിക്കലി ആക്റ്റീവ് അറ്റ് സോൾട്ടിങ്. അതായത് ടിന്ന് എന്ന് പറയുന്നത് കെമിക്കലി ആക്റ്റീവാണ്. അതായത് ടിൻ ബിക്കം എ കെമിക്കലി ആക്റ്റീവ് അറ്റ് സോൾട്ടിങ് ടെമ്പറേച്ചർ ആൻഡ് പ്രോമിസ് ദാറ്റ് വെറ്റിംഗ് ആക്ഷൻ റിക്വയർഡ് ടു മേക്കിംഗ് ദ ജോയിൻറ്റ്. ഓക്കെ, ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലർ മെറ്റലും അതിൻ്റെ പെർസെൻറ്റേജും അത് എത്ര ഡിഗ്രിയിലാണ് മെൽറ്റിങ് സംഭവിക്കുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നതുള്ള കാര്യങ്ങളാണ് മെയിൻലി. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലെഡും സിൽവറിൻ്റെയും കോമ്പിനേഷൻ. ഏകദേശം 96% ഓഫ് ലെഡും അതുപോലെ 4% സിൽവറും കൂടി കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫില്ലർ മെറ്റലാണ്. ഇതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം 305 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്തായിരിക്കും. ഇത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് മേക്കിംഗ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചറിലുള്ള ജോയിൻറ്റ് മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതായത് 96% ഓഫ് ലെഡ് ആൻഡ് 4% ഓഫ് സിൽവർ. അടുത്തതെന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും കോമ്പിനേഷനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈഡ്ലി കണ്ടുവരുന്നൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫില്ലർ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനാണ് ഇത്. അതായത് ടിന്നിൻ്റെ എന്ന് പറഞ്ഞാൽ 60% ആയിരിക്കും, ലെഡ് എന്ന് പറയുന്നത് 40%. ലെഡ് കുറയാനുള്ള ടോക്സിക് പ്രോപ്പർട്ടി കാരണമാണ് ലെഡിനെ നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 96% ലെഡാണ്, അപ്പോൾ ടോക്സിക് എഫക്റ്റും അതിൻ്റെ കൂടുതലായിരിക്കും. ഓക്കെ, ഇതിൽ പറഞ്ഞാൽ 60% ടിന്നും 40% ഓഫ് ലെഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് പറയുന്നത് 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് സർക്യൂട്ടിലാണ്. അടുത്തൊരു കോമ്പിനേഷൻ പറഞ്ഞാൽ ടിന്നും ലെഡ് തന്നെ, അതിന് കോമ്പിനേഷൻ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് 50 to 50, ലെഡും 50 അതുപോലെ ലെഡും 50. ഏകദേശം ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വരുന്നത് 199 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വയേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും തന്നെ അടുത്തൊരു കോമ്പിനേഷൻ. അതായത് ടിന്ന് നമ്മൾ 40 ആയിരിക്കും, ലെഡ് 60 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വീണ്ടും നമ്മൾ ഹയർ ആയി, ദാറ്റ് ഈസ് 208 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉണ്ടാവുക. മെയിനായിട്ട് നമ്മൾ ഓട്ടോമൊബൈൽ റിയാക്ടേഴ്സിനൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടിന്നും സിങ്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. ടിൻ ഏകദേശം 91% ടിൻ യൂസ് ചെയ്യും, 9% മാത്രം സിങ്ക് യൂസ് ചെയ്യും. ഇതിൻ്റെ ഏകദേശം മെൽറ്റിംഗ് പോയിൻ്റ് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെയിനായിട്ട് ജോയിനിങ് ഓഫ് അലുമിനിയം വയേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു
ഫില്ലർ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ടിൻ ഏകദേശം 95% ഓഫ് ടിന്നും അതുപോലെ ആൻറ്റിമണി എന്ന് പറയുന്നത് 5% നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് പറഞ്ഞാൽ 238 ഡിഗ്രി സെൽഷ്യസ്. മെയിനായിട്ട് പ്ലംബിങ്ങിൻ്റെ ജോയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു വെറൈറ്റി ഓഫ് മെറ്റൽ കോമ്പോസിഷൻ ഓഫ് ഫില്ലർ മെറ്റൽസ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടിന്നും ലെഡും തന്നെയാണ്. ടിന്ന് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ കേസസിലും ടിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലെഡ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നത് കുറയാൻ കാരണം എന്ന് പറയുന്നത് ടോക്സിക് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടിന്നും ലെഡും തന്നെയാണ്. പിന്നെ അല്ലാത്ത കോമ്പിനേഷൻ വരുന്നതാണ് സിൽവറും ലെഡും അതുപോലെ ടിന്നും സിങ്കും ടിന്നും ആൻറ്റിമണി എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ ചാർട്ട് എല്ലാവരും പഠിച്ചൊക്കെ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സോൾഡറിങ് ഫ്ലക്സിനെ കുറിച്ച്. ടൈപ്സ് ഓഫ് സോൾഡറിങ് ഫ്ലക്സ് നമുക്ക് 2 ടൈപ്പ് ഫ്ലക്സസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഓർഗാനിക് ഫ്ലക്സസ് ഉണ്ട്, ഇൻഓർഗാനിക് ഫ്ലക്സസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓർഗാനിക് ഫ്ലക്സസ് എന്നുള്ളത്. ഓർഗാനിക് ഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫ്ലക്സസ് ആർ എയ്തർ റോസിൻ ഓർ വാട്ടർ ഒരു സോലുബിൾ മെറ്റീരിയൽസ് ആയിരിക്കും. അതായത് ഓർഗാനിക് ഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ എയ്തർ റോസിൻ ഓർ വാട്ടർ സോലുബിൾ മെറ്റീരിയൽസ് ആയിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് റോസിൻ യൂസ്ഡ് ഫോർ ഫ്ലക്സസ് ആർ, അതായത് റോസിൻ യൂസ്ഡ് ഫോർ ഫ്ലക്സസ് ആർ വുഡിൻ്റെ ജെമ്മ് ആൻഡ് അതർ റോസിൻ വിച്ച് ആർ നോട്ട് വാട്ടർ സോലുബിൾ. ഈ വുഡിൻ്റെ ജമ്മൊക്കെ വാട്ടറിൽ സോലുബിൾ ആണ്, മറ്റൊന്നും വാട്ടറിൽ സോലുബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് പറഞ്ഞ പോയിന്റ് എന്താണ് പറഞ്ഞത് ഓർഗാനിക് ഫ്ലക്സസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് മേക്കിംഗ്. അതായത് ഓർഗാനിക് ഫ്ലക്സസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ സർക്യൂട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഓർഗാനിക് ഫ്ലക്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ പറയുന്നത് ദിസ് ആർ കെമിക്കലി അൺസ്റ്റേബിൾ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ബട്ട് നോട്ട് കൊറോസീവ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് ഫ്ലക്സസ് യൂസ് ചെയ്യുമ്പോൾ ദിസ് ആർ കെമിക്കലി അൺസ്റ്റേബിൾ ഈ ഒരു ഓർഗാനിക് ഫ്ലക്സസ് ആർ കെമിക്കലി അൺസ്റ്റേബിൾ ആയിട്ട് എലിവേറ്റഡ് ടെമ്പറേച്ചർ ബട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇത് നോൺ കൊറോസീവ് ആയതുകൊണ്ട് തന്നെ കൊറോഷൻ്റെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓർഗാനിക് ഫ്ലക്സസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻഓർഗാനിക് ഫ്ലക്സസ് എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എന്താണ് ഇൻഓർഗാനിക് ഫ്ലക്സസ്? ഇൻഓർഗാനിക് ഫ്ലക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഓർഗാനിക് ഫ്ലക്സസ് ആർ കൺസിസ്റ്റ് ഓഫ് ഇൻഓർഗാനിക് ആസിഡ്സ്. അതായത് ഇൻഓർഗാനിക് ഫ്ലക്സസ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇൻഓർഗാനിക് ആസിഡ്സ് ആണ്. ദ മിക്സ്ചർ ഓഫ് മെറ്റൽ ക്ലോറൈഡ്, മെയിൻലി മെറ്റൽ ക്ലോറൈഡ്സ് ആയ സിങ്ക് ആൻഡ് അമോണിയം ക്ലോറൈഡ്സ് ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇൻഓർഗാനിക് ഫ്ലക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് These are used to achieve rapid and active flexing where the formation of oxide films are problem. അതായത് ഈ സംഭവം നമ്മൾ ഇൻഓർഗാനിക് ഫ്ലക്സസ് യൂസ് ചെയ്യുമ്പം ദിസ് ആർ യൂസ്ഡ് ടു അച്ചീവ് എ റാപ്പിഡ് ആൻഡ് ആക്റ്റീവ് ഫ്ലക്സിങ് നമുക്ക് പോസിബിൾ ആണ് വേർ ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഫിലിംസ് ഫോം ചെയ്യുന്നതാണ് ഒരു മെയിനായിട്ട് ഇൻഓർഗാനിക് ഫ്ലക്സസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ദിസ് ആർ യൂസ്ഡ് ടു അച്ചീവ് എ റാപ്പിഡ് ആൻഡ് ആക്റ്റീവ് ഫ്ലക്സിങ് ചെയ്യും വേർ ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഫിലിം ഈസ് ദ മെയിൻ പ്രോബ്ലം. ഇൻഓർഗാനിക് ഫ്ലക്സസിൻ്റെ കേസിലുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്സൈഡ് ഫിലിംസ് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലക്സസ് അടുത്ത ഇത് പറയുന്നത് ഫ്ലക്സസ് ഷുഡ് ബി റിമൂവ്ഡ് ആഫ്റ്റർ സോൾഡറിങ്. അതായത് നമ്മളെ സോൾഡറിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫ്ലക്സസ് റിമൂവ് ചെയ്യും. ഈ ഫ്ലക്സസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സസ് ഷുഡ് ബി റിമൂവ്ഡ് ആഫ്റ്റർ സോൾഡറിങ് എയ്തർ ബൈ വാഷിംഗ് വിത്ത് വാട്ടർ ഓർ കെമിക്കലി സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ് സോൾവെൻറ്റിൽ നമ്മളിത് കഴുകും. അതായത് നമ്മൾ ഈ സോൾഡറിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന സാധനങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സസ് ഷുഡ് ബി റിമൂവ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ സോൾഡറിങ് എയ്തർ ബൈ വാഷിംഗ് നമ്മൾ വാട്ടറിൽ വാഷ് ചെയ്യും അല്ലെങ്കിൽ കെമിക്കൽ സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ് സോൾവെൻറ്റ് വെച്ചിട്ട് നമ്മളത് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഈ ഫ്ലക്സസിൻ്റെ മെയിൻ ഫംഗ്ഷനെ കുറിച്ചാണ്. ദ മെയിൻ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ഫ്ലക്സസ്. ഈ ഫ്ലക്സസിൻ്റെ മെയിൻ ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. 3 പോയിൻറ്റ്സാണ് പറയാനുള്ളത്. ഒന്ന് ഫസ്റ്റ് ഈ ഫ്ലക്സസ് യൂസ് ചെയ്യാനുള്ള കാരണം റിമൂവ് ഓക്സൈഡ് ഫിലിംസ് ആൻഡ് ടാർണിഷ് ഫ്രം ബേസ് പാർട്ട് ഓഫ് എ സർഫസ്. അതായത് മെയിനായിട്ട് നമ്മൾ ഓക്സൈഡ്സിനെ നമ്മളെ സർഫസിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഫ്ലക്സസ് യൂസ് ചെയ്യുന്നത്. റിമൂവ് ദ ഓക്സൈഡ് ഫിലിംസ് ആൻഡ് ടാർണിഷ് ഫ്രം ദ ബേസ് പാർട്ട് ഓഫ് എ സർഫസ്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത് പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ ഡ്യൂറിങ് ദ ഹീറ്റിംഗ്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യുമല്ലോ നമ്മളെ മെറ്റീരിയൽസിൽ ജസ്റ്റ് ഫ്ലക്സസ് വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ ഡ്യൂറിങ് ദ ഹീറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ നമ്മളെ ബേസ് മെറ്റലായിട്ട് കോൺടാക്ട് വന്ന് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടാം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ ഫ്ലക്സ് ചെയ്യുന്നത്. പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ ഡ്യൂറിങ് ദ ഹീറ്റിംഗ് ആൻഡ്
പ്രോസസ്സിൽ. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞാൽ പ്രൊമോട്ട് ദ വെറ്റിംഗ് ഓഫ് എ ഫെയിങ് സർഫസ്. അതായത് വെറ്റിംഗ് കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ഈ ഒരു ഫ്ലക്സസ് അടുത്തതായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാൽ ഈ ഫ്ലക്സസ് ഷുഡ് ബി മോൾട്ടൻ ഓർ സോൾട്ടറിങ് ടെമ്പറേച്ചർ. ഈ നമ്മളെ ഫ്ലക്സസ് എപ്പോഴും ഒരു മോൾട്ടൻ അറ്റ് സോൾട്ടറിങ് ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ ഫ്ലക്സസ് ഷുഡ് ബി readily displaced at the molten solder during the process. And third point പറയുന്നത് the fluxes should be leave a residue that in non-corrosive and non-conductive ആയിരിക്കണം. അപ്പോൾ ഈ ഫ്ലക്സസിൻ്റെ മറ്റൊരു മൂന്ന് പ്രത്യേകതകളാണ് the fluxes should be molten at സോൾട്ടിങ് ടെമ്പറേച്ചറിൽ എപ്പോഴും മോൾട്ടൺ ആയിരിക്കണം. then fluxes should be rapidly displaced by the molten solder during the പ്രോസസ്സ് ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് the fluxes should be leave a residue that in non-corrosive and non-conductive ആയിരിക്കണം. ഈ മൂന്ന് പ്രത്യേകതകളായിരിക്കും ഈ ഫ്ലക്സിന് വേണ്ടി വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോൾഡറിങ് മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ ഏകദേശം ബ്രേസിങ്ങിൽ കുറച്ച് ടോർച്ച് മെത്തേഡ്സ് പറഞ്ഞു, ഫർണസ് മെത്തേഡ് പറഞ്ഞു, ഇൻഡക്ഷൻ മെത്തേഡ്സ് പറഞ്ഞു, ഡിപ്പ് മെത്തേഡ്സ് പറഞ്ഞു. അതിന് പുറമെ ഒരു 3 അഡീഷണൽ മെത്തേഡ്സും കൂടിയുണ്ട്. ഇത് ഏകദേശം സിമിലർ ടു ബ്രേസിങ് തന്നെയാണ് നമ്മളെ സോൾഡറിങ്ങിൻ്റെത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് പറയാം, സോൾഡറിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ദർ ഇസ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ് പ്രോസസ്സ്. അതായത് നമ്മളെ സോൾഡറിങ്ങിന് പറഞ്ഞാൽ ഏകദേശം സോൾഡറിങ്ങും ബ്രേസിങ്ങും ഏകദേശം സിമിലർ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദർ ഇസ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ് പ്രോസസ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് ലെസ് ഹീറ്റ് ആൻഡ് ലോവർ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് സോൾഡറിങ്. മെയിൻ ഡിഫറൻസ് പറയുന്നത് ബ്രേസിങ്ങിനെ കമ്പയർ ചെയ്തുമ്പോൾ ഇതിന് കുറച്ചും കൂടി ലോവർ ഹീറ്റ് ആൻഡ് ലോവർ ടെമ്പറേച്ചർ മതി എന്നുള്ളതാണ് സോൾഡറിങ്ങിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്രോസസ്സ്. അതായത് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോൾഡറിങ് ആസ് എ ടോർച്ച്. ഏകദേശം സിമിലർ ടു ബ്രേസിംഗ് ആണ്. അതുപോലെ ഈ മെത്തേഡ്സിനെ പറയുന്നത് ഫസ്റ്റ് ആണ് ടോർച്ച് സോൾഡറിങ്, ഫർണസ് സോൾഡറിങ്, റെസിസ്റ്റൻസ് സോൾഡറിങ്, ഡിപ്പ് സോൾഡറിങ് ആൻഡ് ഇൻഫ്രാറെഡ് സോൾഡറിങ്. ഇത്രയും മെത്തേഡ്സാണ് നമ്മളവിടെ പഠിച്ചത് ബ്രേസിങ്ങിൻ്റെ കേസിൽ. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെ. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞാൽ ഓൾ ദ എബോവ് മെത്തേഡ്സ് ആർ കോമൺ ടു ദ ബോത്ത് സോൾഡറിങ് ബ്രേസിംഗ്. ഈ മോൾ പറഞ്ഞ മെത്തേഡ്സൊക്കെ ഏകദേശം സിമിലർ ടു ബോത്ത് സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ് കേസ്. അതുകൊണ്ട് ഇനി ആ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദർ ആർ സം മോർ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സോൾഡറിങ് ഓൺലി. ദിസ് ആർ ഹാൻഡ് സോൾഡറിങ്, വേവ് സോൾഡറിങ് ആൻഡ് റീഫ്ലോ സോൾഡറിങ്. അതായത് ഇതിന് പുറമേ നമുക്കൊരു 3 അഡീഷണൽ സോൾഡറിങ് മെത്തേഡ്സും കൂടി പഠിക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് വൺ ആയ ഹാൻഡ് സോൾഡറിങ്, വേവ് സോൾഡറിങ് ആൻഡ് റീഫ്ലോ സോൾഡറിങ്. ഓക്കെ, ഇത് സിമ്പിളാണ്. നമ്മളവിടെ പറഞ്ഞ ടോർച്ച് വേറെ 3 മെത്തേഡ്സ് ആണുള്ളത്. സിമ്പിളാണ്. അത് നിങ്ങൾ അസൈൻമെൻറ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എന്തെങ്കിലും തരണ്ടേ? അപ്പം സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അസൈൻമെൻറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫിഗർ ഉണ്ടാവും ഹാൻഡ് സോൾഡറിൻ്റെ. ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾഡർ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അതുപോലെ വേവ് സോൾഡറിങ് മെത്തേഡ് ഉണ്ട്, റീഫ്ലോ സോൾഡറിങ് മെത്തേഡ്. ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ആയിട്ട് ഞാൻ തരും. ഓക്കെ, അപ്പം അത് നമ്മളവിടെ വെച്ച് നോക്കുകയാണ്. ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോൾഡറിങ് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് ടൂൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാൻഡ് ടൂൾ ഉണ്ടാവും, അതുപോലെ ആൻവീൽ ഉണ്ടാവും, അതുപോലെ നമ്മൾ സോൾഡറിങ് അയോൺസ് ഉണ്ടാവും, സ്പ്ലാറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ഉണ്ടാവും, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. പക്ഷേ ആ സോൾഡറിങ് ടൂളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 2 സാധനങ്ങളാണുള്ളത്. അതായത് സോൾഡറിങ് അയോൺ ഉണ്ടാവും, അതുപോലെ സോൾഡറിങ് ടോർച്ച് ഉണ്ട്. ടോർച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോൾഡറിങ് അയോണും സ്പ്ലാറ്റേഴ്സ്, ഈ 2 കാര്യത്തിനെ കുറിച്ചാണ് മെയിൻ സോൾഡറിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. ബാക്കി അതിൻ്റെ ഫിഗർ ഞാൻ ഇതിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് സോൾഡറിങ് ടൂൾസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സോൾഡറിങ് അയോൺ എന്നുള്ളതാണ്. സോൾഡറിങ് അയോൺ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ ബിറ്റ് അറ്റാച്ച്ഡ് ടു ദ അയോൺ റോഡ് അറ്റ് ഇറ്റ്സ് വൺ എൻഡ് ആൻഡ് വുഡൻ ഹാൻഡിൽ അറ്റ് ദ അതർ എൻഡ്. സോൾഡറിങ് അയോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇതിന് മെയിനായിട്ട് കോപ്പർ ബിറ്റ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു അയൺ റോഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഒരു എൻഡിൽ അയൺ റോഡ് ആയിരിക്കും, അതർ എൻഡിൽ പറഞ്ഞാൽ വുഡൻ്റെ ഹാൻഡിലായിരിക്കും നമുക്ക് ചെയ്യാനുള്ളതല്ലേ. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ ഫിൽറ്റർ മെറ്റൽസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ടു മേക്ക് ദ ജോയിൻറ്റ്. അതായത് നമ്മൾ ഈ ഒരു
സംഭവം കോപ്പർ ബീറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ ഫിൽറ്റർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യും. ദെൻ ദാറ്റ് പേസ്റ്റ് അതിനോടൊന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് ടു മേക്ക് ദ ജോയിൻറ്റിലേക്ക് നമ്മൾ കൊടുക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? A soldering iron can be forged soldering iron which is heated in the furnace to have a sufficient temperature. അതായത് soldering iron can be forged, നമുക്ക് ഫോർജ് ചെയ്യും. ദാറ്റ് ഈസ് soldering iron which will be heated, നമ്മൾ ഫർണസിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഹീറ്റ് ചെയ്യും. ഇറ്റ് ഹാവ് എ സഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ ടു മെൽറ്റ് ദ ഫില്ലർ മെറ്റൽ ഓർ ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിക് സോൾഡർ അയോൺ, അഥവാ ഫിൽറ്റർ മെറ്റൽ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിക് സോൾഡർ അയോൺ ആയിരിക്കും ഈ സംഭവം എന്ന് പറയുന്നത്, ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താണ്? ദ ഇലക്ട്രിക് സോൾഡറിങ് അയോൺ ഈസ് ഹീറ്റഡ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. അതായത് ഇലക്ട്രിക് സോൾഡർ അയോൺ ആയിരിക്കുമല്ലോ നമ്മുടെ അടുത്തുണ്ടാവുക. ഇത് ഹീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യിച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ ഇലക്ട്രിക് സോൾഡേഴ്സ് അയോൺ ഈസ് പോപ്പുലർ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. മെയിനായിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് കമ്പോണൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡേഴ്സ് അയോൺ യൂസ് ചെയ്യാനുള്ള കാരണം അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് സോൾഡറിങ് അയോൺ യൂസ് ചെയ്യുന്നത്. then അടുത്ത പോയിന്റ് പറയുന്നത് it is used in making very precious joint in the electronics and electrical components. അതായത് പ്രീസിയസ് ആയിട്ടുള്ള ജോയിൻറ്റ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറയും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ കേസസിൽ നമ്മൾ ഈ ഒരു സോൾഡറിങ് അയോൺ യൂസ് ചെയ്തിട്ട്. അതുതന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇറ്റ് ഈസ് മേക്കിംഗ് എ വെരി പ്രീസിയസ് ജോയിൻറ്റ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സോൾഡറിങ് അയണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് സ്പെൽറ്റേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. സ്പെൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെൽറ്റേഴ്സ് ഇതിനെ അലോയ് ഓഫ് എ സിങ്ക് ആൻഡ് കോപ്പർ ഇൻ ദ ഈക്വൽ പ്രൊപ്പോർഷൻ. ആ സ്പെൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് അലോയ് ഓഫ് എ സിങ്കും കോപ്പറിൻ്റെയും ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കും സ്പെൽറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ദിസ് ഈസ് വൺ ഓഫ് ദ ഫില്ലർ മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് വിത്ത് അതർ ഡിസേബിൾ പ്രോപ്പർട്ടി ടു മേക്ക് എ ഗുഡ് ക്വാളിറ്റി സോൾഡർ ജോയിൻറ്റ്. അതായത് ദിസ് വൺ ഓഫ് ദ ഈ ഒരു ഫില്ലർ മെറ്റീരിയൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും വിത്ത് അതർ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ടു മേക്ക് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ജോയിൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഗുഡ് ക്വാളിറ്റി ഓഫ് ജോയിൻറ്റ് നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാനും കഴിയും. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ആൻഡ് ഫ്ലക്സസ് വിച്ച് ആർ കോമൺ കൺസ്യൂമബിൾ ആൻഡ് യൂസ്ഡ് ഇൻ സോൾഡറിങ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്ക്രൈബ്ഡ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ആൻഡ് ഫ്ലക്സസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ആൻഡ് ഫ്ലക്സസ് വിച്ച് ആർ കോമൺ ആൻഡ് കൺസ്യൂമബിൾ യൂസ്ഡ് ഇൻ ദ സോൾഡറിങ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്ക്രൈബ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? സം പ്രിക്കോഷൻസ് ആർ ടു ബി ഫോളോഡ് ടു കീപ് ദ സോൾഡറിങ് ടൂൾസ് ആർ ഡിസ്ക്രൈബ്ഡ് ബിലോ. അതായത് നമ്മൾ എപ്പോഴും ഒരു സോൾഡറിങ് ടൂൾ എടുക്കുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് ഫോളോ ചെയ്യണം. ആ പ്രിക്കോഷൻസാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് 5 ടൈപ്പ് ഓഫ് പ്രിക്കോഷൻസാണ് നമ്മൾ ഈ സോൾഡറിങ് ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ടത്. ആ പ്രിക്കോഷനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് കറക്റ്റ് ടൂൾസ് അക്കോർഡിംഗ് ടു ദ പ്രോസസ്സ് ആൻഡ് എ ഡിഫക്റ്റീവ് ടൂൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് നമ്മളെപ്പോഴും സെലക്ഷൻ ഓഫ് കറക്റ്റ് ടൂൾസ് ആയിരിക്കും നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഡിഫക്റ്റീവ് ടൂൾസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ഡിഫക്റ്റീവ് ടൂൾസ് നമ്മൾ ഒരിക്കലും അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇലക്ട്രിക്കലി ഹീറ്റഡ് സോൾഡേഴ്സ് അയോൺ ഷുഡ് ബി പ്രോപ്പർ എർത്തിങ്. അതായത് ഇലക്ട്രിക്കലി ഹീറ്റഡ് സോൾഡർ അയോൺ ഷുഡ് ഹാവ് എ പ്രോപ്പർ എർത്തിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് എന്താണ്? ഹോട്ട് സോൾഡേഴ്സ് അയോൺ വെൻ ഐഡിയൽ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഇറ്റ് പ്രോപ്പർ സ്റ്റാൻഡ്. അതായത് ഹോട്ട് സോൾഡർ അയോൺസ് ഉണ്ട്, വൈൽ ഐഡിയൽ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ പ്രോപ്പർ സ്റ്റാൻഡിലായിരിക്കും അത് പ്ലേസ് ചെയ്യേണ്ടത്. ടിപ്പ് ഓഫ് ദ സോൾഡർ അയോൺ ഷുഡ് ബി ക്ലീൻഡ് ബിഫോർ ഇറ്റ്സ്. അതായത് നമ്മളെപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ സോൾഡറിങ്ങിൻ്റെ ടിപ്പ് എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞത് സോൾഡേഴ്സ് അയോൺ ഷുഡ് ബി ഗ്രിപ്പ്ഡ് അറ്റ് ഇറ്റ്സ് ഹാൻഡിൽ വൈൽ ഇൻ യൂസ്. അതായത് സോൾഡറിങ് അയൺ ഷുഡ് ബി ഗ്രിപ്പ്ഡ് അറ്റ് ഇറ്റ്സ് ഹാൻഡിൽ എപ്പോഴും നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇത്രയും പ്രിക്കോഷൻസാണ് നമ്മളൊരു സോൾഡറിങ് ചെയ്യണതിന് മുന്നേ നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് കറക്റ്റ് ടൂൾസ് അക്കോർഡിംഗ് ടു ദ പ്രോസസ് ആൻഡ് ഡിഫക്റ്റീവ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇലക്ട്രിക്കലി ഹീറ്റഡ് സോൾഡേഴ്സ് അയോൺ ഷുഡ് ബി ഹാവ് പ്രോപ്പർ എർത്തിങ്. അടുത്ത പോയിന്റ് പറയുന്നത് ഹോട്ട് സോൾഡേഴ്സ് അയോൺ വെൻ ഐഡിയൽ ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ഇറ്റ്സ് പ്രോപ്പർ സ്റ്റാൻഡ്. Then fourth point പറയുന്നത് ടിപ്പ് ഓഫ് ദ സോൾഡർ അയോൺ ഷുഡ് ബി ക്ലീൻ ബിഫോർ ഇറ്റ് യൂസ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സോൾഡർ അയോൺ ഷുഡ് ബി ഗ്രിപ്പ്ഡ് അറ്റ് ഇറ്റ്സ് ഹാൻഡിൽ വൈൽ ഇൻ യൂസ്. ഇത്രയും 5 പോയിൻ്റാണ് നമ്മളൊരു സോൾഡറിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ.
ഇനി നമുക്ക് പറയാനുള്ളത് മേജർ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് അപ്ലിക്കേഷൻസ് ആണ് സോൾഡറിങ്ങിൻ്റെ. അപ്പോൾ സോൾഡറിങ്ങിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോവർ പവർ, അതായത് ഇതിന് നമ്മൾ വലിയ രീതിയിലൊന്നും ഹീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പവർ കൺസപ്ഷൻ എപ്പോഴും കുറവായിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്, ലോ പവർ കൺസപ്ഷൻ ഈസ് റിക്വയർഡ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ പ്രോസസ് ടെമ്പറേച്ചർ, അതായത് നമുക്ക് ഏകദേശം പ്രോസസ് ടെമ്പറേച്ചറും സിമിലറാണ്. മെൽറ്റിംഗ് പോയിൻറ്റ് കുറച്ചായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറും കുറവാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോവർ പ്രോസസ് ടെമ്പറേച്ചർ. ദെൻ തേർഡ് വൺ ഈസ് മൈക്രോ സ്ട്രക്ചർ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഹീറ്റ്. അതായത് ഇതിൻ്റെ ഹീറ്റ് കൊടുക്കുന്ന കുറച്ച് ഹീറ്റ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചേഴ്സിനൊന്നും ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ മൈക്രോ സ്ട്രക്ചർ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഹീറ്റ്. ദാറ്റ് ഈസ് കോൾഡ് മേജർ തേർഡ് അഡ്വാൻറ്റേജ്. ഫോർത്ത് വൺ ഈസ് ഈസിലി ഓട്ടോമാറ്റഡ് പ്രോസസ്സ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസിലി ഓട്ടോമാറ്റഡ് പ്രോസസ്സാണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഡിസിമിലർ മെറ്റീരിയൽസ് മേ ബി ജോയിൻറ്റ്. അതായത് മെയിനായിട്ട് ഡിസിമിലർ മെറ്റീരിയൽസ് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് സോൾഡറിങ്ങിൻ്റെ അടുത്തൊരു പ്രത്യേകത. ദെൻ സിക്സ് പോയിന്റ് പറഞ്ഞാൽ ഹൈ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് മേ ബി, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് സോൾഡറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ തിൻ വാൾ പാർട്ട് മേ ബി ജോയിൻ, അതായത് വളരെ തിന്നായിട്ടുള്ള വാൾ പാർട്ട് നമുക്ക് ഈ ഒരു സോൾഡറിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അടുത്ത ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സോൾഡറിങ് മെത്തേഡ്. അതായത് സോൾഡറിങ് മെത്തേഡിൻ്റെ മേജർ ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ ലാർജ് സെക്ഷൻസ് കനോട്ട് ബി ജോയിൻഡ്. അതായത് മറ്റേ ഈ ഒരു സോൾഡറിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ലാർജ് സെക്ഷൻസ് കനോട്ട് ബി ജോയിൻഡ്, അതുപോലെ ലാർജ് സെക്ഷൻസ് കനോട്ട് ബി ജോയിൻഡ്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ദ ഫ്ലക്സസ് മേ ബി കണ്ടെയ്ൻ ടോക്സിക് കമ്പണൻറ്റ്. അതായത് ലെഡ് പോലെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടോക്സിക് കമ്പണൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തിന് അത്ര ബെറ്റർ ആയിരിക്കില്ല. ഓക്കെ, അതാണ് അവിടെ ഫ്ലക്സസ് മേ ബി കണ്ടെയ്ൻ ടോക്സിക് കമ്പണൻറ്റ്സ്. ദാറ്റ് ഈസ് ദ മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സോൾഡറിങ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ തേർഡ് പോയിന്റ് പറയുന്നത് സോൾഡറിങ് ജോയിൻറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻ. അതുപോലെ നമ്മൾ ഈ സോൾഡറിങ് ജോയിൻറ്റ് എപ്പോഴും ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും നമ്മൾ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലോ സ്ട്രെങ്ത് ഓഫ് എ ജോയിൻറ്റ്. ഇതിൻ്റെ ജോയിൻറ്റ് കമ്പയറിങ് ടു അതർ സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ വെൽഡിങ്ങും ബ്രേസിംഗും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കെയർഫുൾ ആൻഡ് റിമൂവൽ ഓഫ് ഫ്ലക്സസ് ഈസ് റെസിഡ്യൂവൽ ഈസ് റിക്വയർഡ് ടു ഓർഡർ എ പ്രിവെൻറ്റ് കൊറോഷൻ. അതായത് കെയർഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലക്സ് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് കൊറോഷൻ ഒരു കാരണമായി ചേരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് കെയർഫുൾ റിമൂവൽ ഓഫ് എ ഫ്ലക്സ് ഈസ് റെസിഡ്യൂവൽ ഈസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എ കൊറോഷൻ. ദാറ്റ് ഈസ് അടുത്തൊരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ള മേജർ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. മേജർ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? It can also be used as a semi-permanent patch of leak in the container or cooking vessels. അതായത് ഇതിൻ്റെ മേജർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് it also be used as a semi-permanent patch of leak in the container or cooking vessel. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കുക്കിംഗ് വെസൽസ്, അതുപോലെ കണ്ടെയ്നേഴ്സ്, കുക്കേഴ്സ് കാര്യങ്ങളൊക്കെ, അതിലൊക്കെ ചെറിയ പാച്ചും ലീക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സോൾഡറിങ് മെത്തേഡാണ് സെമി പെർമനൻറ്റ് പാച്ച് ഓഫ് ലീക്ക് ഓഫ് കണ്ടെയ്നർ ഓർ കുക്കിംഗ് വെസൽസ് ഒക്കെ ലീക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സോൾഡറിങ് മെത്തേഡ് ഓഫ് ജോയിനിങ് ടൈപ്പ് പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഏരിയ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് സോൾഡറിങ് കണക്ട് ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ദാറ്റ് ഈസ് PCB എക്സെട്ര വിൽ ബി ജോയിൻ ടുഗദർ. അതായത് മെയിനായിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സോൾഡറിങ്, ഇലക്ട്രിക്കൽ വയറിംഗ് സർക്യൂട്ടേഴ്സിൽ, അതിന് ഇലക്ട്രോണിക് കോമ്പോണൻസിൽ, അതർ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ് എന്നിവ ഈ ഒരു ഏരിയയിലൊക്കെയാണ് പിന്നെ നമ്മൾ ഈ ഒരു സോൾഡറിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോൾഡറിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് സോൾഡറിങ് എന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ സോൾഡറിങ്ങിൻ്റെ മേജർ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയൽസിനെ കുറിച്ച്, മെയിനായിട്ട് ടിന്നും ലെഡുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതർ വെറൈറ്റി കോമ്പോസിഷനും കാര്യങ്ങളും അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഡിഫറെൻറ്റ് സോൾഡറിങ് മെത്തേഡ്, ഏകദേശം ബ്രേസിങ്ങിന് സിമിലറായിട്ടുള്ള ടോർച്ചിങ് മെത്തേഡ്, ഫർണസ് മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്, ഡിപ്പ് മെത്തേഡ്, അതിന് പുറമെ നമുക്ക് പഠിക്കാനുള്ള ഹാൻഡിൽ മെത്തേഡ്സ്,
ഹാൻഡിൽ മെത്തേഡ്സ്, വേവ് സോൾഡറിങ് മെത്തേഡ്സ്, റീഫ്ലോ മെത്തേഡ്സ് ആണുള്ളത്. ദെൻ അത് കഴിഞ്ഞ ശേഷം സോൾഡറിങ് ടൂൾസിനെ കുറിച്ച് പറഞ്ഞു. സോൾഡറിങ് അയോൺസ്, സ്പ്ലിറ്റേഴ്സ് കാര്യങ്ങളെക്കുറിച്ചാണ് അതിനുശേഷം പറഞ്ഞത്. ദെൻ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.